നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രുചിയിൽ മുൻപന്തിയിലാണ് ചെമ്മീനെങ്കിലും പലപ്പോഴും ഇത് ജീവൻ തന്നെ അപകടത്തിലാക്കും എന്നുള്ള റിപ്പോർട്ടുകളും അതുപോലെ തന്നെ വാർത്തകളും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചെമ്മീൻ കഴിക്കുന്നത് അലർജി ഉള്ളവർ അല്ലെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർ അത് ഒഴിവാക്കണമെന്നാണ് ഡോക്ടർമാരടക്കം പറയുന്നത്. ഇപ്പോഴിതാ കൊച്ചിയിൽ ചെമ്മീൻ കറി കഴിച്ചതിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥത ഉണ്ടായ യുവാവ് മരിച്ചിരിക്കുകയാണ്. നേരിക്കോട് കളത്തിപ്പറമ്പിൽ സിബിൻദാസ് ആണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. ബുധനാഴ്ച രാത്രി 8:30യോടെയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ചെമ്മീൻ കറി കഴിച്ച ശേഷം ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതോടെയാണ് വരാപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതായി പോലീസ് അറിയിച്ചു. ഇനി അതിന്റെ പരിശോധനയുടെ ഫലം വന്നതിന് ശേഷം മാത്രമാണ് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. സംസ്കാരം ഇന്ന് രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടക്കും. എൻജിൻ ഓയിലിന്റെ വിതരണക്കാരനായിരുന്നു സിബിൻ. ഭാര്യ സ്മിത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ ചെമ്മീൻ കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന ഒരു യുവതിയും മരിക്കുകയുണ്ടായി. അത് പാലക്കാട് ഒറ്റപ്പാലത്താണ് റിപ്പോർട്ട് ചെയ്തത്. നികിത എന്ന പേരുള്ള 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് മരിച്ചത്. അതും ഇത്തരത്തിൽ ചെമ്മീൻ കറി കഴിച്ചതിനെ തുടർന്നുണ്ടായ അലർജിയാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. അതും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സംഭവിച്ചത്. നികിത ചെമ്മീൻ കഴിച്ചതിനെ തുടർന്ന് ശരീരം ചൊറിഞ്ഞു തടിക്കുകയായിരുന്നു. തുടർന്ന് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പിറ്റേന്ന് ശ്വാസതടസ്സം ഉണ്ടായതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. പക്ഷേ 2 ദിവസം കഴിഞ്ഞതോടുകൂടി മരിക്കുകയായിരുന്നു. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആന്തരിക അവയവങ്ങൾ തകരാറിലായതിന് പിന്നാലെ ഹൃദയാഘാതം സംഭവിച്ചു എന്നതാണ് മരണകാരണം. തൊടുപുഴയിലെ സ്വകാര്യ കണ്ണടക്കഴയിൽ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ടാണ് നികിത വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഏതായാലും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ചികിത്സാ പിഴവുണ്ടായതായിട്ടായിരുന്നു തുടക്കത്തിൽ ബന്ധുക്കൾ ആരോപിച്ചിരുന്നത്. പക്ഷേ നികിതയ്ക്ക് മുൻപും ഇത്തരത്തിൽ ചെമ്മീൻ കഴിച്ചപ്പോൾ അലർജി ഉണ്ടായിട്ടുണ്ടായിരുന്നു. വെന്റിലേറ്ററിലായിരുന്ന യുവതിയെ വേറെ ആശുപത്രിയിലേക്ക് മാറ്റാവുന്ന സാഹചര്യമില്ലായിരുന്നുവെന്നും ആശുപത്രി അധികൃതർ വിശദീകരിച്ചു. ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. അതിലെല്ലാം തന്നെ ചെമ്മീൻ കഴിച്ചതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് മരണകാരണമെന്ന് വ്യക്തമാവുകയായിരുന്നു. ചെമ്മീൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുൻപും പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലർക്കും ചെമ്മീൻ, പാൽ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളോട് അലർജി ഉണ്ട്. എന്നാൽ വളരെ ചുരുക്കം പേരിൽ മാത്രമാണ് ഇത് മരണകാരണമാകാറുള്ളൂ. ഭക്ഷണ പദാർത്ഥങ്ങളോട് അലർജി ഉള്ളവർ സൂക്ഷിക്കേണ്ടതുണ്ട്. വളരെ ചെറിയ അളവിൽ ഇവ ഉള്ളിൽ ചെന്നാൽ പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. ഭക്ഷണം കഴിച്ച ഉടനെ അലർജിയുടെ ലക്ഷണങ്ങൾ കണ്ടേക്കണമെന്നില്ല. ചിലപ്പോൾ 2-3 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ ദഹനം നടന്നു കഴിഞ്ഞതിന് ശേഷമോ ആകാം ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. മുട്ട, പാൽ, മാംസം, ചെമ്മീൻ, കക്കിറച്ചി, കൊഞ്ച്, ചിലതരം മീനുകൾ, നിലക്കടല, ഗോതമ്പ് എന്നിവയാണ് സാധാരണയായി ആളുകളിൽ അലർജി ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. സാധാരണയായി പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അലർജിക്ക് കാരണമാകുന്നത്. ഭക്ഷണത്തിലുള്ള പ്രോട്ടീനെതിരെ ശരീരം ആന്റിബോഡികൾ ഉണ്ടാക്കുകയും ഇവ തമ്മിൽ പ്രതിപ്രവർത്തനം നടക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹിസ്റ്റമീൻ എന്ന രാസവസ്തുവാണ് അലർജിക്ക് കാരണമാകുന്നത്. ശരീരം ചൊറിഞ്ഞു തടിക്കുക, ഛർദി, വയറിളക്കം, വയറുവേദന, കണ്ണിലെ വീക്കം, ചുണ്ടിലും വായിലും വീക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ അത്ര ഗുരുതരമല്ല. എന്നാൽ ചിലർക്ക് ശ്വാസതടസ്സം, തലകറക്കം, വേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസം, ബോധക്ഷയം, ക്രമം തെറ്റിയ ഹൃദയമിടിപ്പ് എന്നിവ കണ്ടേക്കാം. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അലർജിയുടെ ഏറ്റവും അപകടകരമായ അനാഫൈലാറ്റിക് ഷോക്ക് എന്ന അവസ്ഥയുടെ ലക്ഷണമാവാം ഇത്. ശ്വാസതടസ്സം, രക്തസമ്മർദ്ദം കുറയുന്നതുമാണ് പ്രധാന ലക്ഷണം. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തേടേണ്ടതാണ്. മലിനമായതോ പഴകിയതോ സുരക്ഷിതമല്ലാത്തതോ ആയ ഭക്ഷണമോ ജലമോ കഴിച്ചതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ഭക്ഷ്യവിഷബാധ. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഭക്ഷണം നമ്മുടെ ശരീരത്തിന് പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്.